ഓപ്ഷൻ ട്രേഡർ ഫ്രണ്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചാർട്ടിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. പ്ലസ് ഒരു സ്ട്രാറ്റജിയും കൂടെ ഉണ്ടാവും. സ്ട്രാറ്റജി എന്ന് വെച്ചാൽ വേറെ സ്പെഷ്യൽ ഇൻഡിക്കേറ്റർ കുത്തി നിറച്ചുള്ള അങ്ങനെ സംഭവങ്ങളൊന്നുമല്ല. പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആർക്ക് വേണം ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് മാർക്കറ്റ്, NSE, കമ്മോഡിറ്റി, എന്താ പറയുക, ക്രിപ്റ്റോ, ഫോറക്സ് എല്ലാത്തിലും വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി എന്ന് പ്രത്യേകം ഞാൻ പറയുന്നത് തെറ്റാണ്. ഫിബനാച്ചി ടൂൾ ഉപയോഗിച്ചുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, നിഫ്റ്റി ബാങ്കിലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിഫ്റ്റി ബാങ്കിൽ ഒരു 100 പോയിന്റ്സ് ഡെയിലി എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബ്രീഫിൽ പറഞ്ഞാൽ. ഓക്കെ, ഞാൻ നിഫ്റ്റി ബാങ്കിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ കൂടുതൽ ഫോളോ ചെയ്യുന്നത് നിഫ്റ്റി ബാങ്കാണ്. അപ്പൊ അതുകൊണ്ട് കാണിക്കുന്നുള്ളൂ. ഈ ലൈൻസ് ഒക്കെ എന്താണ്, സെഷൻ ബ്രേക്ക് ആണ്. ഓരോ ദിവസവും മാറി കാണിക്കാൻ പറ്റും. എങ്ങനെ? ഓക്കെ, ജൂലൈ 18. ഓക്കെ, ഓരോ ദിവസത്തെ ഈ ഓരോ സെഷൻ കണക്ക് ഇങ്ങനെ ബ്രേക്കായി വന്നോണ്ടിരിക്കും. ഇപ്പൊ നാളത്തെ സെഷൻ വരുമ്പോൾ ആ ലൈൻ ഇവിടെ വരും. അത്രേ ഉള്ളൂ. ഇപ്പൊ എന്താണ് സ്ട്രാറ്റജി? സ്ട്രാറ്റജി വേറെ ഒന്നുമില്ല. നമ്മളിപ്പോ എങ്ങനെ ഇന്നത്തെ മാർക്കറ്റ് ഇൻഡിക്കേറ്റർ ഇല്ലാതെ എങ്ങനെ ട്രേഡ് എടുക്കാം? ഞാൻ യൂസ് ചെയ്യുന്നത് ഫിബനാച്ചി ഡീഫോൾട്ട് സെറ്റിംഗ്സ് ആണ്. ഇന്ന് വലിയ വ്യത്യാസം സംബന്ധിച്ചില്ല. ചെറിയൊരു ഗ്യാപ് ഡൗൺ ശേഷമാണ് മൂവ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ദിവസത്തെ ഹൈ ഇതല്ലേ ഈ ഏരിയ, ഇവിടുന്ന് ലോ വരെ ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഫിബനാച്ചി ഉപയോഗിച്ച് വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നത് ഫിബനാച്ചി ഒന്ന് ലാസ്റ്റ് ദിവസത്തെ ഇതും ക്ലോസും ഇന്നത്തെ ലോയും തമ്മിൽ ഒന്ന് പ്ലോട്ട് ചെയ്തു. എന്നിട്ട് ഈ ലെവൽസ് കാണുന്നു 0.5, ഇത് ക്ലോസ് ചെയ്തേക്കാം. 0.5 ലെവൽസ് ആൻഡ് 0.618. ഇതൊക്കെ യൂണിവേഴ്സിറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഏത് ബിഗിനറിനാണെങ്കിലും യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ഓക്കെ, ഇവിടെ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു. ഇത് ഒരു മേജർ റീബൗണ്ട്, അല്ലെങ്കിൽ ഇവിടെ പ്രൈസ് വരികയാണെങ്കിൽ തിരിച്ച് മുകളിൽ കയറുന്ന, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ തിരിച്ച് റിയാക്ട് താഴെ പോകുന്ന ഒരു ലെവലാണ്. ഓക്കെ, പ്രൈസ് ഇവിടേക്കാണെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്ത ട്രേഡ് എടുക്കാം, മുകളിൽ പോയാലും ട്രേഡ് എടുക്കാം. ഓക്കെ, എങ്ങനെയാ പ്രൈസ് ഇവിടുന്ന് വരുന്ന പ്രൈസ് ഇവിടെ ഒന്ന് റിയാക്ഷൻ കിട്ടി മുകളിലോട്ട് പോകുന്നു, ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. താഴെയാണെങ്കിൽ ഇവിടുന്ന് പോയി ഇവിടുന്ന് താഴെ വരുന്നു, നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. ഓക്കെ, ഇവിടുന്ന് റിയാക്ഷൻ താഴോട്ട് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇതൊരു കീ റെഫറൻസ് പോയിന്റ് ആണ് ഈ 0.618, 0.5 ലെവൽസ്. ഓക്കെ, അഥവാ ഇവിടുന്ന് വന്ന് ഇവിടെ ബ്രേക്ക് ആവണമെങ്കിൽ ഇവിടെ ഡയറക്റ്റ് എൻട്രി എടുത്തില്ല, ചിലപ്പോൾ അതുപോലെ തിരിച്ച് മുകളിൽ കയറും. റീടെസ്റ്റിനൊക്കെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഈ ഏരിയയിലൊക്കെ ഇവിടെ റീടെസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ അവിടെ നോക്കുക, തിരിച്ച് മുകളിലോട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. മുകളിൽ പോയി ഇവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞിരുന്നാൽ അങ്ങനെ എടുക്കില്ല, റീടെസ്റ്റ് വരിക, അങ്ങനെ നോക്കി എടുക്കുക. ഓക്കെ, സ്പെഷ്യലി ബിഗ് ക്യാൻഡിൽസ് കൊണ്ടാണ് മുകളിലോ താഴെ ബ്രേക്ക് ആവുന്നെങ്കിൽ നമ്മളൊന്ന് കോഷ്യസ് ആയിരിക്കുക. ചാടി കയറി എടുക്കുക, റീടെസ്റ്റോ ഒരു വീണ്ടും ഒരു നമ്മൾ SL സൂട്ടായ ക്യാൻഡിലോ ഒക്കെ തന്നെയാണ് എടുക്കുക. ഓക്കെ, വരച്ച് ഞാൻ നല്ല രീതി ഗോളാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഓൺ ആക്കട്ടെ. ഓക്കെ, സോൺ ഒന്ന് രാവിലെ ഓപ്പണിങ്ങിൽ നമ്മൾ ഇത് ചെയ്തു. ആദ്യത്തെ 10 മിനിറ്റ് ഇത്ര ആദ്യത്തെ ഓപ്പണിംഗ് തന്നെ നമ്മൾ ഇത് പ്ലോട്ട് ചെയ്തു. ഇതിന്റെ ആവശ്യം ഇല്ല, എടുത്ത് കളയാം. അപ്പോൾ തന്നെ എടുത്ത് കളയണം. സോൺ മാർക്കറ്റ് എടുത്ത് കളയണം. നമുക്കിവിടെ എവിടെ എൻട്രി എടുക്കാം, എവിടെ എൻട്രി എടുക്കാം ഞങ്ങൾ തന്നെ പറയും. അല്ല, ഞാൻ തന്നെ പറയാം, ലൈവ് വീഡിയോ അല്ലല്ലോ. ഓക്കെ, ലോങ് പൊസിഷൻ നമുക്കത് ഇവിടെ എടുക്കാം. എൻട്രി, സ്റ്റോപ്പ് ലോസ്, റീസെന്റ് സ്വിങ്ങിന്റെ അവിടെ വെക്കാം. ടാർഗറ്റ് 100 പോയിന്റ്സ്, ഇതിവിടെ തന്നെ നമുക്ക് ആയി. ഓക്കെ, ഇപ്പൊ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വരെ ഹോൾഡ് ചെയ്യാം, ഇവിടെ വരെ ഹോൾഡ് ചെയ്യാം, ട്രയൽ ചെയ്യാം. എന്തുകൊണ്ട് അതൊക്കെ അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച്. ഞാൻ പറയാം, അതിൽ 100 പോയിന്റ്സ് ഇട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുക, SL അടിക്കണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുക. സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് കിട്ടി, നമ്മളിവിടെ ട്രേഡ് എടുത്തു. ഇനി ഇവിടെ വന്ന് നമ്മൾ എന്താ ചെയ്യുക, ഈ സോണിലൊന്ന് വീണ്ടും എന്തെങ്കിലും നടക്കും നോക്കി. ഞാൻ പറഞ്ഞില്ലേ, ചാടി കയറി ഷോർട്ട് ചെയ്യല, അതിന്റെ ഒരു സാമ്പിളാണ് ഇതാ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ചാടി കയറി ഇവിടെ എടുത്തെങ്കിലോ, കാരണം എടുക്കാൻ പാടില്ല. പ്രൈസ് ആക്ഷൻ കൂടെ നോക്കണ്ടേ, കാരണം എന്താ, അവിടെ ലോ ഇങ്ങനെ എടുക്കില്ല, അത് ബ്രേക്ക് ആയിട്ടില്ല, പിന്നെ വല്ല കാര്യമുള്ളൂ ഇല്ലല്ലോ. റീടെസ്റ്റ് വന്ന് ഇവിടെ തിരിച്ചു വീണ്ടും പോയിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ ലോ ബ്രേക്ക് ചെയ്തില്ല, അതാണ് മെയിൻ ഒരു ഫാക്ടർ. ഓക്കെ, എങ്ങനെ എടുക്കാമായിരുന്നു, ഈ ലോ ബ്രേക്ക് ചെയ്ത്, ഇവിടുന്ന് ഈ ലോ ബ്രേക്ക് ചെയ്ത് പിന്നെ റീടെസ്റ്റ് ഒക്കെ വന്ന് വീണ്ടും റെഡ് ക്യാറ്റിലായിരുന്നപ്പോൾ അവിടെ എടുത്ത് ബാക്കിൽ SL വെച്ച് എടുക്കാമായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. സോ ഫർഗെറ്റ് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും തിരിച്ച് നമുക്കിവിടെ ഇതേ സോൺ വെച്ച് വീണ്ടും എൻട്രി വന്നു. നിങ്ങൾ ആരെ കണ്ടു? ഇവിടെ നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് എൻട്രി. ഇനി ഇവിടെ SL വയ്ക്കാം, എടുക്കാം. നമുക്ക് ഇത്രയും വലിയ SL നമുക്ക് താങ്ങില്ല, പ്രത്യേകിച്ച് ഒരു ബിഗിനർക്കൊന്നും താങ്ങില്ല. ഓക്കെ, നമ്മളപ്പോൾ എന്താ ചെയ്യുക,
നല്ലൊരു ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ ക്യാൻഡിൽ നമുക്ക് എവിടെ കിട്ടി? ചാർട്ടിൽ തന്നെ കാണുന്നുണ്ട്. ആ എൻട്രി SL ഇവിടെ വയ്ക്കുക. എന്താ ഈ സോണിൽ അല്ലെങ്കിൽ ഈ സോണിൽ മാഗ്നറ്റ് മോഡ് ഓഫ് ചെയ്യാം. നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇവിടെ എൻട്രി SL ഇതാ ഈ സോണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെ എൻട്രി വെച്ചിട്ട് ഇത്ര പോയിന്റ് നോക്കിയോ? 100 പോയിന്റ്സ് നമുക്ക് കിട്ടിയില്ലേ? 100 പോയിന്റ്സ് ഡെയിലി എടുക്കാൻ പറ്റണം. അതാണ് ബാങ്ക് നിഫ്റ്റി ചെയ്യുമ്പോൾ നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, 100 പോയിന്റ്സ് നമുക്ക് ട്രെയിൽ ചെയ്യാനും അങ്ങനെയൊക്കെ അറിയാമെങ്കിൽ ഇവിടെ ഇതിന്റെ താഴേക്ക് നമുക്ക് ഒന്ന് ഇവിടെ ഇറങ്ങാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് താഴെ ഈ സ്വിങ്ങിന്റെ താഴേക്ക് വെച്ച് ട്രെയിൽ ചെയ്തിട്ട് വീണ്ടും ഈ മൂവും കൂടെ ക്യാപ്ചർ ചെയ്യാൻ അങ്ങനെയൊക്കെ പറ്റും. എന്തും പറ്റും. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഇവിടെ ഒരു നല്ലൊരു മൂവ് ആണല്ലോ നിൽക്കുന്നത്. ഇത് നമുക്കൊന്ന് വരച്ചു നോക്കാം എന്താ സംഭവിക്കുക. ഈ ഹൈന്ന് ഈ ലോ വരെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും പ്രൈസ് ആക്ഷനോ എന്തെങ്കിലും കാണാൻ പറ്റുന്ന നോക്കാം. ഓക്കെ, കൊണ്ടുവന്നു. ഓക്കെ, നമ്മളിവിടെ ചാടി കയറി ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കാൻ പറ്റി. കാരണം എന്താ, ഇവിടെ നല്ലൊരു സപ്പോർട്ട് നിന്നാണ് ബൗൺസ് വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബ്രേക്കൗട്ട് കയറി എടുക്കാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ എടുക്കാം. ഈ ക്യാൻഡിൽ എടുത്ത് നമുക്ക് വല്ലതും കിട്ടും. ഇതിന്റെ താഴെ സെല്ലുണ്ട് 100 പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യം മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇതിലൊരു കാര്യം കൂടി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എന്തിനാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? കൺഫർമേഷൻ സ്മൂത്ത് മൂവിങ് ആവറേജ് ഫേവറേറ്റ് ചെയ്തേക്കാം. ഡീഫോൾട്ട് വരുന്ന 7 ആണ്. നമുക്ക് തന്നെ ഒന്നുകൂടെ ചെയ്ത് എന്താ ചെയ്യുക? OHLC 4 കൊടുക്കാം. കുറച്ചുകൂടെ എന്താ പറയാ, ഡൈല്യൂട്ട് ചെയ്ത് 12 ആക്കാം. ഓക്കെ, കുറച്ചുകൂടെ ഒന്ന് വലുത് കാണാം, വിഷ്വലി ഇരുന്ന് കാണണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഇരുന്ന് കളറൊക്കെ മാറ്റി ഗ്രീൻ കൊടുക്കാം. ഓക്കെ 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 അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഫിബൊനാച്ചി യൂസ് ചെയ്യണമെന്ന് മനസ്സിലായി. ലൈവ് മാർക്കറ്റിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത് നമുക്ക് ലൈവ് മാർക്കറ്റിൽ തന്നെ ലെവൽസും സോൺസും ഒക്കെ മാർക്ക് ചെയ്ത് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. കോൺഫിഡൻസ് അത്രേ ഉള്ളൂ. USL ആവും, SL ആവട്ടെ, നമുക്ക് പറ്റുന്ന ക്വാണ്ടിറ്റി എടുക്കുക, ഒരു ലോട്ട് എടുക്കുക. പേടി ഉണ്ടെങ്കിൽ ഒരു ലോട്ട് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കൺഫർമേഷൻ എവിടെയാണ്? 12. ഇവിടെ നിന്ന് എൻട്രി എടുക്കാമല്ലോ. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. പ്രൈസ് ആക്ഷനൊക്കെ നമുക്ക് കുറച്ച് അറിയാമെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. കണ്ട് ബയേഴ്സ് ആണ്, സെല്ലേഴ്സ് ട്രൈ ചെയ്തു, അവരെ എല്ലാം റിജക്ട് ചെയ്തിട്ടുള്ള ക്യാൻഡിലാണ്. ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. അല്ല, നമുക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻ വേണം. അങ്ങനെ എന്ത് ചെയ്യാം? ഇവിടെ എടുക്കാം. പ്രീവിയസ് ക്യാൻഡിൽ താഴെ SL വയ്ക്കാം. ഇത്ര പോയിന്റാ പോയത്? 200+ പോയിന്റ് പോയി. ഇത്രയും വലിയ 94 പോയിന്റ് SL. ഒരു ലോട്ട് വയ്ക്കാം, ഒരു ലോട്ട് ചെയ്താൽ മതി. നമ്മളൊക്കെ പൊസിഷൻ സൈസ് മാനേജ് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് പലതും കൊണ്ടുവരാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്താ ഉള്ളത്? പെർഫെക്റ്റ് എൻട്രി അല്ലേ? സോൺ കൺഫർമേഷൻ ഉണ്ട്, EMA ആവറേജിന്റെ കൺഫർമേഷൻ ഉണ്ട്. SL പ്രോഫിറ്റ് 100 പോയിന്റ്സ് എടുത്തിറങ്ങാം. 100 പോയിന്റ്സ് ക്യാപിറ്റൽ വയ്ക്കാം. 100 പോയിന്റ്സ് എടുത്തേ പറ്റുള്ളൂ, കൂടുതൽ എടുക്കില്ല അങ്ങനെയല്ല പറയുന്നത്. 100 പോയിന്റ്സ് സ്പോട്ടിൽ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. അതെല്ലാം നമ്മൾ ടാർഗറ്റ് അതായിട്ട് വെക്കുക. SL ആവുന്നെങ്കിൽ കൊടുത്ത് നമ്മൾ ആ ദിവസം നിർത്തുക. ഓക്കെ, അങ്ങനെ ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നമുക്ക് വേണ്ട ഇനി ഒക്കെ റാൻഡം ആയിട്ടുള്ള ഇന്ന് ട്രെൻഡിങ് ഡേ ആണ് കാണിച്ചു തന്നിട്ട് എനിക്കൊന്നും വേണമില്ല. നിങ്ങളെ പറ്റിക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാം ഒരുമിച്ച് വളരാം, ഒരുമിച്ച് മുന്നേറാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ആൻഡ് ഡേറ്റ് ഇപ്പോൾ ഏപ്രിലാണ്. പറ്റിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ ഫോൾസിന്റെ ഡേ തന്നെ ഒന്ന്. ഓക്കെ, ആയിക്കോട്ടെ, ഏപ്രിൽ ഫൂൾസ് ഡേ. ഓക്കെ, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇന്നത്തെ ദിവസം ഇമ്പോൾസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എവിടെയാണ് വന്നിരിക്കുന്നത്? ഇവിടെ മൂവ് ഉണ്ട്. ഓക്കെ, പക്ഷെ ക്ലോസിംഗിൽ ഒരു മൂവ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കൺസിഡർ ചെയ്യാം. അപ്പൊ ഹായ് ടു ലോ തലേ ദിവസമേ നമ്മൾ അനലൈസ് ചെയ്ത് വെക്കുകയും ഈ ദിവസം കണ്ടിട്ടില്ല എന്ന് നോക്കിയോളൂ. ഈ ദിവസം നമ്മളിങ്ങനെ ഈ സോൺ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇവിടെ എന്തെങ്കിലും റിജക്ഷനോ റിയാക്ഷനോ കിട്ടുന്നതെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കും. ഓക്കെ,
അന്നത്തെ ദിവസം അവിടെ വന്നിട്ടില്ല. അന്നത്തെ ദിവസം നോക്കി സൈഡ്വേസ്, മാരക സൈഡ്വേസ്. ഓക്കെ, അപ്പോൾ ഇനി ഗ്യാപ്പ് അപ്പും കൂടെയാണ്. അടുത്ത ദിവസം നമ്മൾ വന്നു, ഇവിടെയൊന്നും വന്നിട്ടില്ല, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. നമ്മൾ എന്താ ചെയ്യുക? ഫിബൊനാച്ചി എടുക്കുക, അന്നത്തെ ഈ തലവസ്ഥ ലോയിൽ നിന്ന് ആ ഹൈ പോയിന്റ് വരെ മാർക്ക് ചെയ്യുക. ഓക്കെ, സോൺ ഒന്ന് മാർക്ക് ചെയ്യുക. രണ്ടും കൂടെ മെർജ് ആവുന്നു. അപ്പോൾ ഇതൊരു സ്ട്രോങ് സോൺ ആയിട്ട് മാറും. ഓക്കെ, ഇവിടെയൊന്നും വന്നിട്ടില്ല, അന്നത്തെ ദിവസം ട്രേഡ് ഇല്ല എന്ന് ഞാൻ കരുതുക. അല്ല, ഇവിടെ ഇങ്ങനെ കയറി അവിടെ ട്രേഡ് എടുക്കാനല്ല, ഇതൊരു കോൺഫിഡൻസിന് വേണ്ടി മാത്രമാണ് ഈ മൂവിങ് അവറേജ് ഇട്ടേക്കുന്നത്, അല്ല വേറെ ഒന്നുമല്ല. ഓക്കെ, അന്നത്തെ ദിവസം നമുക്ക് ട്രേഡ് ഇല്ല, മര്യാദയ്ക്ക് ഇരിക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും കൺസിഡർ ചെയ്യേണ്ട മൂവ് വന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് വേറൊരു പോസിബിലിറ്റി നോക്കിയാലോ? ഫിബൊനാച്ചി നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലാണ് ഒരു മേജർ ക്യാൻഡിൽ, അന്ന് എന്തെങ്കിലും നമുക്ക് അഥവാ ഇതിലൊന്നും നമുക്കൊന്നും വന്നില്ല, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ വെച്ചിട്ട് നമ്മൾ ഒരു സോൺ വരച്ച് എന്തെങ്കിലും നടക്കും നോക്കാമല്ലോ. ഞാനിത് പ്ലാൻ ചെയ്തോ മറ്റോ പ്രാക്ടീസ് ചെയ്തൊന്നുമല്ല, ഡയറക്റ്റ് അപ്പോൾ തന്നെ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിംഗ്. ഞാൻ കാണുന്ന സാധനം എനിക്ക് ഇത്രയും ഒന്നുമില്ല, എല്ലാം കറക്റ്റ് പ്ലാൻ ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് വെച്ചൊക്കെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, അതിൻ്റെ 50% തന്നെയാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ എൻട്രി എടുക്കണം, കാരണം ഹൈ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, ബയേഴ്സിന്റെ കൺട്രോളിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഇവിടെ ഒന്ന് തിരിച്ചു വന്നു. അപ്പോൾ റീസെന്റ് സ്വിങ് ഏതാവുന്നത്? മാഗ്നറ്റ് മോഡ് ഇട്ടിട്ട് ആദ്യം ഈ ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്തിട്ടില്ല, ഇവിടെ നിന്നൊരു സ്വിങ്, ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ട്രേഡ് നോക്കേണ്ട കാര്യമില്ല, ഇത്രയും ഏരിയയിൽ ഒന്നും സംഭവിച്ചില്ല. മിണ്ടാതിരിക്കുക, ഉണ്ടായിരിക്കുന്നതാണ് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം. വീണ്ടും ഇവിടെ ഒരു സ്വിങ് ഉണ്ടാക്കി, ഇതാ ഒരു സ്വിങ് ഉണ്ടാക്കി, ഈ ഹൈ ബ്രേക്ക് ചെയ്ത്, പക്ഷെ അപ്പോൾ എൻട്രി ഉണ്ടോ? മാർക്കറ്റ് കഴിഞ്ഞു. ഓക്കെ, അല്ലാതെ നിങ്ങളെ ചുമ്മാ പ്രലോഭനം കാണിക്കാനാണെങ്കിൽ IMA നല്ലൊരു കാര്യം. ഇവിടെ നമുക്ക് കണ്ടത് ലോ വെച്ചിട്ട് നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് 128 പോയിന്റ്സ് 100 പോയിന്റ്സ് പറഞ്ഞ് വേണമെങ്കിൽ ഈ ട്രേഡ് കാണിക്കാം. പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും, പക്ഷെ അങ്ങനെ എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ബിഗിനേഴ്സ്, പഠിക്കുന്ന ആൾക്കാർ സേഫ് ആയിട്ടുള്ള ട്രേഡ് എടുക്കുക. ഓക്കെ, ഈ സോൺ നമുക്കെടുത്ത്, ഓക്കെ, വേറെ ഉപയോഗമൊന്നും വന്നിട്ടില്ല. അടുത്ത ദിവസം ഡിലീറ്റ് ചെയ്തല്ലേ. അടുത്ത ദിവസം ഈ ഹൈന്ന് മാർക്കറ്റ് തലേദിവസം സംഭവിച്ചില്ല, പ്രത്യേകിച്ച് ഒരു ഇമ്പൾസ് മൂവോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പോൾ നമുക്ക് ഈ ഹൈന്ന് അടുത്ത ദിവസം ഉണ്ടായ ലോ വരെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്തെങ്കിലും നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടുമോ? നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വരുന്നു, തലേദിവസം ആയ പ്രത്യേകിച്ച് അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതാ വരുന്നു, മാർക്ക് ചെയ്ത് 0.5 0.6 ലെവൽ മാർക്ക് ചെയ്യുന്നു, ബാക്കി അങ്ങനെ എടുത്ത് കളയുന്നു. എന്ത് സംഭവിക്കുന്നു? ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളെല്ലാം എൻട്രി ചാടിക്കറി എടുക്കും, ഇത്രയും വലിയ ക്യാനില്ല, അപ്പോൾ നമ്മളൊന്നും ഉണ്ടായിരിക്കാം. എന്താണ് ബാക്കി നടക്കുക എന്ന് നോക്കാം. ഓക്കെ, ഇത്രയൊക്കെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫിബൊനാച്ചി എടുക്കും, ഇന്നത്തെ ലോ, ഇന്നത്തെ ഹൈ ഏതാ? ഇത് ഈ ലെവൽ ഒന്ന് മാർക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരുമോ നോക്കാം. സെയിം സോൺ, വേറെ അപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, സെയിം സോൺ തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ കാണിക്കും, നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നമുക്ക് മാർക്കറ്റ് തരുന്നുണ്ടോ? തരുന്നില്ല. ഇന്നത്തെ ദിവസം ബോക്ക് ചെയ്യാൻ ഇന്നും ട്രേഡ് ഇല്ല, അയാൾ ട്രെൻഡിങ് ഡേ കണ്ടുപിടിച്ച്. ഓക്കെ, ട്രേഡ് ഇല്ല, നമ്മൾ സേഫ് ആയി. ട്രേഡ് എടുക്കേണ്ട എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അനാവശ്യ ട്രേഡ് പോകുന്നത് നമ്മൾ സേഫ് ആയില്ലേ? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ഡേ നല്ലൊരു ഗ്യാപ് ഡൗൺ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന്, ഞാൻ മാഗ്നറ്റ് മോഡ് എടുക്കുന്നതാണ് തോന്നുന്നത്, വേറെ ഒന്നുമില്ല, ഇത് കിട്ടാൻ വേണ്ടിയാണ്, കറക്റ്റ് പോയിന്റിൽ ചെന്നിരിക്കാൻ വേണ്ടി മാത്രമാണ്. അത് തലേ ദിവസത്തെ ഈ ഒരു റീസെന്റ് സ്വിംഗ് ഹൈ പ്ലസ് ഇന്നത്തെ ലോ, നമ്മളിപ്പോഴാണ് മാർക്കറ്റ് വന്ന് വയ്ക്കുക, മാർക്ക് ചെയ്യുക 0.5 0.618 മാർക്ക് ചെയ്യുന്നു, വിടുന്നു. ഓക്കെ, ഈ ലെവൽസ് ഒക്കെ എടുത്ത് കളയാം, തലേവസ്ഥയില്ല, നമുക്ക് വേണ്ട. ഇപ്പൊ ഞാൻ ഈ പറയുന്ന മാത്രം നമുക്ക് എന്ത് വേണോ യൂസ് ചെയ്യാം, എങ്ങനെ വേണോ യൂസ് ചെയ്യാം.
ഓക്കെ, മാർക്കറ്റ് ഇതാ സോൺ ബ്രേക്ക് ചെയ്തു. ഇവിടെ എൻട്രി എടുക്കണോ? എത്ര പോയിന്റ് എസ് എൽ വരും? ഞാൻ ഇപ്പോൾ ലൈവ് മാർക്കറ്റ് എത്ര എസ് എൽ വരും? 90 പോയിന്റ്സ് വേണ്ട, ഞാൻ ബിഗിനറാണ്, ഇത്ര എസ് എൽ കൊടുക്കാൻ വയ്യ. ഓക്കെ, നോക്കട്ടെ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരും നോക്കട്ടെ. വന്നു ഡബിൾ കോൺഫ്ലൻസ്, റെഡ് ക്യാനിൽ വന്നു, റിജക്ട് ചെയ്ത് മുകളിൽ വന്നു, ഡബിൾ കോൺഫ്ലൻസ്. ഓക്കെ, സോണാണ്, EMA ആണ്, താഴെ വന്ന ബേസിനെ റിജക്ട് ചെയ്ത് മുകളിൽ ക്യാൻഡിൽ വന്നു. എസ് എൽ സോറി ടാർജറ്റ് 141 പോയിന്റ്സ് ആണ്. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. നമ്മൾ ചാർട്ടിനെ കൂടുതൽ ഇൻവോൾവ് ആവുക, ചാർട്ടിനെ മനസ്സിലാക്കുക, ചാർട്ടിന്റെ ഓരോ എന്താ പറയുക, കണക്കിന്റെ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കാണെന്ന് പറഞ്ഞാൽ ചാർട്ടിന്റെ ഓരോ സ്പന്ദനം, അതിലുള്ള പ്രൈസിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കുക, പ്രൈസിന്റെ സ്പന്ദനം മനസ്സിലാക്കുക. അത് ഫിബൊനാച്ചി നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ വല്ല ട്രേഡും ഉണ്ടോ? ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. നമുക്ക് ഇത് നമ്മൾ എടുത്തെന്ന് വെച്ചോ ട്രേഡ്. അപ്പോൾ നമുക്കിനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി എക്സിറ്റ് ചെയ്തു, നമ്മളിനി വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നോക്കാമല്ലോ. ട്രേഡ് എടുക്കാനല്ല പറയുന്നത്, ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നോക്കാം. ഈ ലോയിൽ നിന്ന് ഈ ഹൈ ഉണ്ടാക്കിയ ഹൈ ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്തെന്ന് വെച്ചോ, നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നോക്കും. ഇല്ല, സോൺ അപ്പോഴും അത് തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും താഴെ വന്ന് വീണ്ടും മുകളിലോട്ട് പോകുന്നെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാവുള്ളൂ. ഇവിടെ നമ്മൾ നിർത്തുന്നു ദിവസം. വരച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ എങ്ങനെ വരുമെന്ന് പറഞ്ഞൊന്നുമില്ല, നമ്മൾ പ്രോഫിറ്റബിൾ ആണ്, വെയിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഡേ ഗ്യാപ്പ് അപ്പ്, സിനാരിയോ മാറി ഗ്യാപ്പ് ഡൗൺ. ഇന്ന് ഗ്യാപ്പ് അപ്പിൽ പോയി നമ്മൾ എന്താ ചെയ്യുക, ഫിബൊനാച്ചി വീണ്ടും എടുക്കുന്നു. ഇങ്ങനെ എടുക്കുക എന്നുള്ള പാടല്ലേ ഉള്ളൂ. ഇത് എടുത്ത് ചാർട്ടി പ്ലോട്ട് ചെയ്തുകൂടി. അപ്പോൾ നല്ലൊരു ഗ്യാപ്പ് അപ്പാണ്. നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിലും നമുക്ക് ഫിബൊനാച്ചി പ്ലോട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ പ്രീവിയസ് ഡേ ക്ലോസ്, മാഗ്നറ്റ് മോഡ് എടുത്ത് ക്ലോസ് ചെയ്യും. പ്രീവിയസ് ഡേ ക്ലോസ് നിന്ന് കറണ്ട് ഡേ ഓപ്പൺ വരെ പ്ലോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഏത് രീതിയിലാണോ ചെയ്യാൻ, ലോ നോക്കാം, ഹൈ നോക്കാം, ക്ലോസ് നോക്കാം, ഓപ്പൺ നോക്കാം. ഓക്കെ, പോയിന്റ്സ് വീണ്ടും എടുത്തു, റെക്ടാങ്കിൾ ടൂളിലെ വേണം. ഓക്കെ, 0.618 0.5 ലെവൽസ് ചെയ്താ പ്ലോട്ട് ചെയ്യുന്നു, ചെയ്തു. ഓക്കെ, മാർക്കറ്റ് വന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ താഴെ വന്നുടനെ കയറി എൻട്രി എടുക്കല്ലെന്ന്, കാരണം തിരിച്ച് കയറി കൺഫർമേഷൻ വേണം. EMA താഴെ പോയെന്നും പറഞ്ഞിട്ട് പോയില്ല. കോൺഫ്ലുവൻസസ് പല കാര്യങ്ങളും വേണം, ചാടി കയറിയൊന്നും എടുത്തറിയാം. ഒന്നാതെ ഇവിടുന്നേ വരണേ, അതുപോലെ വന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ചാടി കയറിയത് നമ്മളെ ട്രാപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാം പ്രൈസ് ആക്ഷൻ എല്ലാം കൂടെ വെച്ച് നോക്കണം. ഇതേ കൺസെപ്റ്റിലുള്ള പല വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും ഫിബോ വെച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഒരു ബിഗിനറിന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു തുടക്കമായിട്ട് മാത്രം കരുതുക. ഇവിടെ നമുക്ക് എവിടെ എൻട്രി വന്നത്, എവിടെ എൻട്രി പക്ക വന്നത്, ഇത് കണ്ടിട്ട് എനിക്ക് ഇവിടെ എടുത്താൽ മതി എന്ന് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ പറയില്ല. നമ്മൾ ലൈവ് മാർക്കറ്റ് എങ്ങനെ അറിയാൻ പറ്റും, ഇത് ഇങ്ങനെ ഒരു ക്യാൻഡിൽ പറ്റും, നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, നോക്കി നല്ലൊരു എൻട്രി അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, എൻട്രി സ്റ്റോപ്പ് ലോസ് ഒക്കെ മാച്ച് ആവണോ നോക്കുക. നോ, നമ്മൾ വെയിറ്റ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഒരു ലോട്ട് ട്രൈ ചെയ്യുക. കൂടുതൽ നല്ല നമ്മളെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഈ ക്യാൻഡിൽ വന്നു കാണുമ്പോൾ കുറച്ചുകൂടെ ലോട്ട് ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പം അങ്ങനെ ഒന്നും പറയുന്നില്ല, തുടക്കക്കാരന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പറയുക. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ലോസ് മാച്ച് ആവുന്നില്ല, നമുക്ക് നമ്മളൊന്നുകൂടെ വെയിറ്റ് ചെയ്യാം. സോണിൽ തന്നെ നിന്ന് കളിക്കുന്നു, താഴെ വരും എന്നൊക്കെ കാണിച്ചു പോകുന്നില്ല. സെല്ലേഴ്സിനെ, ഈ വന്ന സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടി ആവാം. ഇങ്ങോട്ട് എന്താണ് ചാർട്ടിലെന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, എന്താ ചെയ്യുക. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. 12 മണിയായി, 11:30 കഴിഞ്ഞ് 12 മണിയായി. ഇതൊരു ക്യാൻഡിലാണ്. ഓക്കെ, ഇവിടെ അങ്ങ് എൻട്രി എടുക്കാം. പ്രീവിയസ് ക്യാൻഡിൽ SL, ഓക്കെ, 133 പോയിന്റ്സ്, 46-50 പോയിന്റ് SL വെച്ച 150 പോയിന്റ്സ് എങ്കിലും SL വയ്ക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, ടാർജറ്റ് അല്ലേ 150 ഒക്കെ പോകണം. 100 ഞാൻ പറഞ്ഞോളൂ. ഇത്രയും നേരം ക്ഷമയോടെ ഇരുന്നുകൊണ്ട് മാത്രമല്ലേ. ഇവിടെ എടുത്താൽ നമുക്ക് എന്താ വല്ല സംഭവിക്കും. ഇവിടെ എടുത്തിരുന്നെങ്കിൽ നമ്മൾ SL അത്രയും കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വയ്ക്കുക. പ്രീവിയസ് ക്യാൻഡിൽ SL നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു. ഓക്കെ, നമ്മൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 100 പോയിന്റ്സ് നമ്മൾ കിട്ടിയില്ലേ. നമുക്ക് വളരെ എക്സ്പീരിയൻസ് ആകുമ്പോൾ അങ്ങനെയൊക്കെ നോക്കാം.
ഓക്കെ, എന്ത് ഗ്യാരണ്ടിയാണല്ലോ ഇവിടെ ഇങ്ങനെ ഒന്ന് റിയാക്ഷൻ വന്ന് ഇങ്ങനെ പോകുന്നുള്ളത്. നമ്മുടെ സെറ്റപ്പ് നോക്കുക, നമ്മുടെ SL നോക്കുക, വലിയ ക്യാൻഡിൽസ് പരമാവധി ഒഴിവാക്കുക, ചെറിയ ക്യാൻഡിൽസ് എടുക്കുക. ഓക്കെ, EMAയുടെ ഡയറക്ഷൻ കൂടെ നോക്കുക. EMA ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, EMA ഫ്ലാറ്റ് ഇങ്ങനെ ഇങ്ങനെ കർവ്, എന്താ പറയുക, ഒരു ഇങ്ങനെ ഓറഞ്ചൊക്കെ പോകുന്ന സൈഡ് വൈസ് മാർക്കറ്റാണ്. അവിടെ കയറി ഒന്ന് പഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കാതിരിക്കുക. ഇവിടെ കണ്ടോ EMAയുടെ സ്വഭാവം ഒന്നും മാറി, പക്ഷെ ഹാൻഡിൽ വലുതാണ്. ഇവിടെ കണ്ടോ സ്വഭാവം ഒന്ന് മാറി. ഇത് നമ്മുടെ സോണിന്റെ മുകളിൽ നല്ലൊരു ക്യാൻഡിലാണ്. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. ഓക്കെ, ഇവിടെ എൻട്രി എടുക്കാം, പക്ഷെ SL വളരെ വലുതാണ്. ഓക്കെ, നമ്മൾ EMAയുടെ ഡയറക്ഷൻ നോക്കുക, കർവ് നിങ്ങൾ നോക്കുക. നല്ല ട്രെൻഡ് ആണെങ്കിൽ സ്ലാൻഡിങ് ആയിട്ട് മുകളിലോട്ട് പോകും, ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ സ്ലാൻഡിങ് ആയിട്ട് താഴോട്ട് വരും. ഓക്കെ, ഞാൻ അധികം പറഞ്ഞ വീഡിയോ നീട്ടുന്നില്ല, കാരണം അതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ടും സ്ട്രാറ്റജി ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഇടുന്നേ ഉള്ളൂ. ഇതിൽ തന്നെ ഞാൻ വീണ്ടും ചെയ്യും, കാരണം ആളുകൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് കണ്ട് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഉദ്ദേശമാണ്. ഓക്കെ, നീ എങ്ങോട്ട് മാർക്കറ്റ് വേറെ എന്ത് സംഭവിച്ചു? ഓക്കെ, താഴെ ഒന്നും ഇവിടെ ഒന്നും വന്നില്ല, സോണിൽ വന്നില്ല. വേണമെങ്കിൽ പറയാം EMA വെച്ചതാ, അല്ലെ മൂവിങ് വെച്ചതാ, ഇവിടെ ഒരു എൻട്രി ഉണ്ടല്ലോ, നല്ലൊരു എൻട്രി 100 പോയിന്റ്സ് എടുത്ത് കാണാമല്ലോ. പക്ഷേ ഞാൻ ഇപ്പം അതല്ലല്ലോ പറയുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ ചെയ്യാം. നമ്മൾ സേഫ് ആയിട്ട് ഒരു എൻട്രി ചെയ്യുന്ന കാര്യങ്ങളും മറ്റൊക്കെ പറയുന്നത് ഫിബൊനാച്ചി വെച്ചിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. എക്സ്പീരിയൻസ് ആയാൽ നമുക്ക് ഇതൊന്നും ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അന്നത്തെ ദിവസം കഴിഞ്ഞ് ഇതങ്ങ് പോട്ടെ 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 പോട്ടെ. എന്താ എൻട്രി? ചെറിയൊരു ഡൗൺ ഓപ്പണിംഗ്, ഇതായിരുന്നു എൻട്രി. അപ്പോൾ നമുക്ക് എൻട്രി ആയിരുന്നു, സോറി, ക്യാൻഡിൽ. നമുക്ക് ഫിബോ വന്ന് പ്ലോട്ട് ചെയ്യാം. ഇന്നത്തെ ഹൈ ഇന്നത്തെ ലോ വരെ. ഇത് നമ്മൾ പരമാവധി ഫേക്ക് എൻട്രീസ്, ഫേക്ക് ബ്രേക്ക്ഔട്ട്സ്, അനാവശ്യ എൻട്രീസ്, അതിൽ നിന്നൊക്കെ നമ്മൾ ഈ ഇമോഷൻ കൺട്രോൾ ആയിരിക്കും. അങ്ങനെയുള്ള പല ഉപയോഗങ്ങളും ഉണ്ട്. ഓക്കെ, സോൺ ക്രിയേറ്റ് ആയി. ഓക്കെ, സോൺ ക്രിയേറ്റ് ആയി. ഇവിടെ നമുക്ക് എവിടെ എൻട്രി ഉള്ളത്? നിങ്ങൾ തന്നെ പറയൂ. സെല്ലേഴ്സ് പവർ കാണിച്ചു, ബയേഴ്സ് തിരിച്ചു വന്നു, സോണിന് മുകളിൽ കൊണ്ടുവന്നു, ഒരു വീണ്ടും സെല്ലേഴ്സ് വന്നു, പക്ഷെ അവരെ എല്ലാം നിഷ്പ്രഭരാക്കിക്കൊണ്ട് ബയേഴ്സ് വന്നു. നമുക്ക് ഇവിടെ എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. SL ഓക്കെയാണോ? SL ഓക്കെയാണ്. 65, 75 to 80 പോയിന്റ്സ് SL ഓക്കെയാണ്. 75 നല്ലതാണ്, ഓക്കെയാണ്. നമ്മൾ എന്താ ചെയ്യുക? 100 പോയിന്റ്സ് നോക്കുക. അതിപ്പോൾ 1:2 ഒക്കെ നോക്കാൻ പറ്റും. 100 കിട്ടിയാൽ അത്രയും നല്ലതെന്ന് പറയുന്നേ ഉള്ളൂ. അതെങ്കിലും എടുക്കുക. അതുപോലും പറ്റാത്ത ആൾക്കാരില്ലേ, അതെങ്കിലും എടുക്കാൻ ശ്രമിക്കാന്നേ പറയുന്നുള്ളൂ. ഇപ്പം നമ്മൾ ലോങ് ഷോട്ട് ഇങ്ങനെ റിസ്ക് റിവാർഡ് വെച്ച് നോക്കണമെങ്കിൽ ഇത് എത്രയാണ്? 1:3 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ വലിയൊരു റെഡ് ക്യാൻഡിൽ നമ്മളെ സോണിനെ വല്ലാതെ ബാധിച്ചു? വല്ലതും ബാധിച്ചു? ഇല്ലല്ലോ. ഓക്കെ, അതാണ് മാജിക്കൽ ഫിബൊനാച്ചി. ഒരു മാജിക്കൽ ടൂളായിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കും. പ്രത്യേകിച്ച് ഒരു ബിഗിനേഴ്സ് സിമ്പിളായിട്ട് നമുക്ക് SL പ്രൊട്ടക്ട് ചെയ്യാൻ എല്ലാം ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എടുത്തില്ല എന്ന് വയ്ക്കുക. ഇവിടെ നോക്കാമല്ലോ, പക്ഷെ ഇത് SL കൂടുന്നുണ്ടോ നോക്കട്ടെ. ഈ സോണിൽ വയ്ക്കാം, ഇതെവിടെ വയ്ക്കാം? എന്തല്ലോ 100 പോയിന്റ്സ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. പിന്നെന്താണ്? അന്നത്തെ ദിവസം കഴിഞ്ഞു. അന്നത്തെ ദിവസം നല്ലൊരു മുകളുള്ള ദിവസമായിരുന്നു. ഓക്കെ, അപ്പൊ അന്ന് വേറെ എന്ത് രീതി ചെയ്യാൻ പറ്റും നോക്കാമല്ലോ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തു, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇറങ്ങിയെന്ന് വയ്ക്കുക. വീണ്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഓർഡർ ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ആൾ വന്നതെന്ന് വെച്ചാൽ മാർക്കറ്റിൽ വന്നത്. അപ്പം എന്താ ചെയ്യാൻ പറ്റുക? ഈ ലോ മുതൽ അതില്ലേ, ഈ ലോ മുതൽ ഈ ഹൈ, അല്ല ഈ ഹൈ വരെ, ഈ ഹൈ വരെ ഒന്ന് പ്ലോട്ട് ചെയ്യാം. കറക്റ്റ് കൊണ്ട് പോയിന്റ് വയ്ക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് 0.5, 0.618. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അങ്ങോട്ട് പിന്നെ പ്രൈസ് വന്നതേ ഇല്ല. നമുക്ക് ആവറേജ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഹൈ പ്രൈസ് ആക്ഷൻ വെച്ച്
ഈ ഹൈ ബ്രേക്ക് ആകുമ്പോൾ എൻട്രി പ്ലാൻ ചെയ്യാം. എങ്ങനെയാണ് ഹൈ എൻട്രി ഉണ്ട് അല്ലേ? അതൊക്കെ നമുക്ക് പ്രൈസ് ഒക്കെ പയ്യൊക്കെ പഠിക്കാന്നുള്ളേ ഉള്ളൂ, ഓൾറെഡി അറിയാന്നുള്ളവരും കാണും. ഓക്കെ, ഫിബ് വെച്ചാൽ നമുക്ക് എങ്ങനെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അല്ലാതെ ഇവിടെ വീണ്ടും എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഫിബ് വെച്ച് കിട്ടുമോ നോക്കാമല്ലോ. ഇത് ലോ ആയിട്ട് കൂട്ടാം. ഇത് ഹൈ അല്ലേ? ഓക്കെ, ഈ ലോ മാറ്റി ഈ ലോയിൽ പിടിച്ചു. പിന്നെ ഒരു നിയമവും ഇല്ല ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നതാണ്. നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടണം, അത്രയേ ഉള്ളൂ. കോൺഫിഡൻസും കോൺഫ്ലുവൻസും കിട്ടണം. യാ, കിട്ടി. ഓക്കെ, കിട്ടി. നമ്മുടെ സോണിൽ ഈ ലോ ടു ഈ ഹൈ വരെ മാർക്ക് ചെയ്തപ്പോൾ അതിന്റെ 50% 0.6118 സോണിൽ വന്ന് റിയാക്ഷൻ എടുത്തു. ഓക്കെ, ഇത് നമ്മൾ EMAയുടെ കോൺഫിഡൻസ് കൊണ്ട് വേണ്ടി വെയിറ്റ് ചെയ്യാം. എങ്ങനെ വെയിറ്റ് ചെയ്യും? പോയി, പിന്നെ അങ്ങോട്ട് വന്നില്ല. ഇവിടെ നിന്ന് ബയേഴ്സ് സ്ട്രെങ്ത് ഉണ്ട്, സെല്ലേഴ്സ് ഉണ്ട്, പക്ഷെ ബയേഴ്സ് കൊണ്ടുവരുന്നു. ഓക്കെ, നമുക്ക് നാളെ എൻട്രി ക്യാൻഡിൽ എവിടെയാണ്? ഒന്ന് ഇവിടെ എൻട്രി ചെയ്യാം, ഒന്ന് ഇവിടെ എൻട്രി ചെയ്യാം. ഇവിടെ വെച്ച് ഇതിന്റെ താഴെ സെല്ല് വെച്ച് ബാക്കി നല്ലൊരു മൂവാണല്ലോ. 300+ പോയിന്റ്സ് ഉണ്ട്. അത്രയൊന്നും വേണ്ട, ഞാൻ ഒരു 100 പോയിന്റ്സിന്റെ കാര്യമൊക്കെ പറയുന്നുള്ളൂ. ഓക്കെ, അതൊക്കെ എക്സ്പീരിയൻസ് ട്രേഡേഴ്സിനുള്ളതാ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അധികം ഞാൻ ഇങ്ങനെ ചാർട്ട് കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ വീണ്ടും ഇതേ സ്ട്രാറ്റജിന്റെ ഇതേ ചാർട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് ബോറടിക്കാൻ കാണാതിരിക്കും. പക്ഷെ ഇത് ഉപയോഗമുള്ള കാര്യമാണ്. ഏത് മാർക്കറ്റിൽ സ്റ്റോക്ക് തൊട്ട് ക്രിപ്റ്റോ തൊട്ട് ഫോറക്സ് തൊട്ട് കമോഡിറ്റി തൊട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് NSE BSE ഇപ്പൊ സ്വിംഗ് ട്രേഡിന് പോലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. നമുക്ക് പൈസ കൊടുക്കേണ്ട ഒന്നും ചെയ്യേണ്ട, നമ്മളെ നാട്ടിലുള്ള ഒരു ടൂളാണ് ഇപ്പോൾ. ഇത് വെച്ച് നമുക്ക് ചെയ്യാം. അതിന്റെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് നമ്മൾ ഉപയോഗിച്ച് സെറ്റിംഗ്സ് ഒക്കെ ചിലപ്പോൾ മാറ്റും. ഇതിൽ കൂടുതൽ ആക്യുറസി ഉണ്ട്, കൂടുതൽ നോക്കും, എല്ലാം ചെയ്യും. അതാണ് ട്രേഡറിന്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ നിങ്ങളെ ബോറഡ് പിടിക്കുന്നില്ല. ഇപ്പൊ തന്നെ എത്ര മണിക്കൂറായി? 1/2 മണിക്കൂർ ആവുന്നേ ഉള്ളൂ. പിന്നെ അതൊന്നും ഇത്രയും ലെങ്ത് വീഡിയോ ആരും കാണാറില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഇത് ലോകത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങളും പുതുമയുള്ള കാര്യങ്ങളും പിന്നെ മാർക്കറ്റിൽ ഉള്ള കാര്യം തന്നെയാണ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്. 10 വർഷം പോലുള്ള അതേ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും വർക്ക് ചെയ്യും. കാരണം എന്താണ്? ഇമോഷൻസ്, മാർക്കറ്റ് റൺ ചെയ്യുന്ന ഇമോഷൻസിലൂടെയാണ്. വാങ്ങിക്കുന്ന ആളിന്റെയും വിൽക്കുന്ന ആളിന്റെയും ഇമോഷൻസ് അത് ഏതെങ്കിലും കാലത്ത് മാറും. അത് എല്ലാ കാലത്തും, ലോകമുള്ളിടത്ത കാലം, മനുഷ്യരുള്ളിടത്ത കാലം, മനുഷ്യർ ഉള്ളിടത്തോളം കാലം, മാർക്കറ്റ് ഉള്ളിടത്തോളം കാലം ഇങ്ങനെ തന്നെയാണ് തുടരുക. ഇപ്പൊ ഞാൻ ഇത് ഫിബൊനാച്ചി ഇവിടെ കൊണ്ടുവരുന്ന നാളെ തൊട്ട് ഇത് വർക്ക് ചെയ്യാതിരിക്കും? ഒരിക്കലും ഇല്ല. അതിനുള്ളൊരു കോൺഫിഡൻസിനാണ് ഞാൻ ഈ മൂവിങ് ഈ ഒരു ഡബിൾ കൺഫർമേഷനാണ് ഈ ആവറേജ് കൊണ്ടിട്ടത്. ഇപ്പം 12 ആണ് ഇട്ടത്, നമുക്ക് 7 യൂസ് ചെയ്യാം, 7 യൂസ് ചെയ്യാം, 7 യൂസ് ചെയ്യാം, 5 യൂസ് ചെയ്യാം. സ്മൂത്ത് മൂവിങ് പറഞ്ഞിട്ട് 5 യൂസ് ചെയ്യാം. എന്തുവാണോ യൂസ് ചെയ്യാം, ഒരു കോൺഫിഡൻസിന് വേണ്ടി മാത്രം. അല്ലെങ്കിൽ വേറെ ആവറേജ് യൂസ് ചെയ്യാമല്ലോ, സിമ്പിൾ മൂവിങ് ആവറേജ്, വെറും മൂവിങ് ആവറേജ്. ഓക്കെ, മൂവിങ് ആവറേജ് അതിനെ കൊണ്ട് വന്നിട്ട് ഒരു 21 യൂസ് ചെയ്യാം. തിക്നെസ് വിട്ടിട്ട് കോൺഫിഡൻസിന് ഏതെങ്കിലും ഒരു ആവറേജ് അങ്ങ് യൂസ് ചെയ്യാം. ഓക്കെ, ഇന്നതേ ചെയ്യാമോ അങ്ങനെയൊന്നുമില്ല. എന്നുവെച്ചാൽ ഡബിൾ കൺഫർമേഷന് വേണ്ടി മാത്രം ഞാൻ അതേ പറഞ്ഞ ഡ്രില്ല് തന്നേക്കുന്നത്. ഓക്കെ, 21 വേണ്ട, നമുക്ക് കുറച്ചുകൂടെ കൂടിയതെടുത്ത് 35 എടുത്ത്. ഓക്കെ, OHLC4 ആണ്. ക്ലോസ് മാറ്റി OHLC4 ആക്കാം. നമുക്ക് OHLC ഇങ്ങനെ പലതും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇങ്ങനെ സെറ്റിങ്സ് മാറ്റി ക്ലോസ് ആക്കാം. HLC3 ഹൈ ക്ലോസ് 3 അങ്ങനെ നോക്കാം. ഇതിലൊന്നും പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ, നമ്മൾ പ്രാക്ടീസ്. അപ്പോൾ ചാർട്ടിനെ സ്നേഹിക്കുന്നവർ, പ്രൈസിനെ സ്നേഹിക്കുന്നവർ, ഈ ചാർട്ട് ഇങ്ങനെ പേര് മൂവ്മെന്റ് കാണാൻ ഇഷ്ടമുള്ളവർ, ഇതൊക്കെ പ്ലോട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർ, ചാർട്ടിൽ വരയ്ക്കാൻ ഇഷ്ടമുള്ളവർ, ഇതൊക്കെ അവർക്കൊക്കെ സിമ്പിളായ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനുള്ള സാധനങ്ങൾ ചാർട്ടിൽ തന്നെയുണ്ട്. ഓക്കെ, ആരെ മുമ്പിൽ പൈസയ്ക്ക് കൊണ്ട് സ്ട്രാറ്റജി പഠിക്കേണ്ട കാര്യങ്ങളില്ല, നമ്മളെ കയ്യിലെല്ലാം ഉണ്ട്. 10 ചാർട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഏറ്റവും വലിയ ഗുരു എന്ന് പറഞ്ഞാൽ ലൈവ് മാർക്കറ്റാണ്. ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം. എല്ലാ ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്, ട്രേഡ് എടുത്തിട്ടുള്ളതാണ്.
ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ബി എ ചാർട്ടിസ്റ്റ്, ചാർട്ടിനെ പഠിക്കുക, പാഷനോടെ ചാർട്ടിനെ നോക്കുക, പ്രൈസിനെ പേടിക്കാതിരിക്കുക, പ്രൈസിനെ നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക, പ്രൈസ് പറയുന്ന ഇമോഷനെ മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.